ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാഷിംഗ് പൗഡർ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. കുറച്ച് മുന്നേ കാണിച്ച അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിരിക്കുന്നത് ഇൻഗ്രീഡിയൻറ്റ് സോഡ ആഷാണ്. അതിങ്ങനെ നമ്മൾ നിരത്തി അങ്ങ് കൊടുക്കണം. നല്ലതായിട്ട് നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഫ്ലറി ഒഴിച്ച് കൊടുക്കുക. ഫ്ലറി എന്ന് പറഞ്ഞ സംഭവം ഒരു പെട്രോളിയം പ്രൊഡക്റ്റാണ്. അത് ഈ പെട്രോളെല്ലാം ബാക്കി വരുന്ന പെട്രോൾ കൊണ്ടുണ്ടാക്കുന്ന സംഭവമാണ് ഫ്ലറി. അപ്പം നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ചിലപ്പം കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ആസിഡ് സംഭവമാണ്, ആസിഡിക് പ്രൊഡക്റ്റാണ്. ആയതിനാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കവർ ഇട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് കാണാം ഒരു കെമിക്കൽ റിയാക്ഷൻ കാണാൻ പറ്റുന്നില്ലേ, പൊന്തി വരുന്നത് കണ്ടോ? ഇതാണ് ഇതിലുള്ള കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അത് നല്ലതായിട്ട് നമ്മൾ ഇളക്കി പൊടി പോലെ ആക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ഉപ്പൊക്കെ ചേർത്ത് വിടണം. ഉപ്പും പിന്നെ അതിനകത്ത് കുറച്ച് കളർ ഇൻഗ്രീഡിയൻറ്റ് കിട്ടും, ഒരു കളർഫുൾ സംഭവം കിട്ടുന്നില്ലേ, അതും പിന്നെ മഞ്ഞ കളറും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ കെമിക്കൽ പ്രോഡക്ട്സും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് കവറിട്ട് ഇളക്കി നല്ലതായിട്ട് കൊടുക്കണം. അതാകുമ്പം നമ്മൾ എല്ലാം കൂടി മിക്സ് ആകുമ്പം നല്ല പൊടി പോലെ കിട്ടും. പിന്നെ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ആദ്യം നമ്മൾ എന്തിട്ട് കൊടുത്തത് സോഡ ആഷ്, അത് കഴിഞ്ഞ് ഫ്ലറി, പിന്നെ ഉപ്പ്. ഈ 3 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് സോപ്പ് പൊടി ഉണ്ടാക്കാം. പിന്നെ കുറച്ചുകൂടി ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ ബാക്കിയെല്ലാം കൂടി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തത്. നല്ലതായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനകത്തൊരു ചെറിയ ഓയിൽ കിട്ടും, അത് ഒഴിച്ച് കൊടുക്കണം. എല്ലാം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് പിന്നെ എന്താ ചെയ്യേണ്ടത്, നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അത് പൊടി പോലെ ആവുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെയും എനിക്കതേ പറയുള്ളൂ. കയ്യിൽ നിങ്ങൾ ഒരു കവറിടുക, കവറിട്ടിട്ട് അത് ഇട്ട് സ്മാഷ് ചെയ്യുക. ബിക്കോസ് അതൊരു ആസിഡ് പ്രൊഡക്റ്റാണ്, വലുതായിട്ട് കൊള്ളത്തില്ല, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ വെള്ളം മിച്ചം വരുവാണെങ്കിൽ അത് ലാസ്റ്റ് എല്ലാം അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമ്മൾ സ്മാഷ് ചെയ്ത് കൊടുക്കുക പൗഡർ ആകുന്നിടം വരെ. അപ്പം നമ്മുടെ വാഷിംഗ് പൗഡർ സോപ്പ് പൊടി ഇസ് റെഡി. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.